മക്കളെ, നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് കഥാപാത്ര നിരൂപണം. പലർക്കും എന്താണ് കഥാപാത്ര നിരൂപണം, എനിക്കറിയാം ഈ കഥാപാത്രത്തെ കുറിച്ച്, പക്ഷെ എന്താണ് എഴുതാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ മിസ് പറഞ്ഞു തന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതി നോക്കണം. ഒരു 6 മാർക്ക് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു 4 മാർക്കിന് എഴുതാൻ തക്ക രീതിക്ക് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് എഴുതി നോക്കണം. അപ്പൊ അത് നിങ്ങളെ പഠിപ്പിക്കലാണ് ഇന്നത്തെ മിസ്സിന്റെ ദൗത്യം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇതിലേക്കൊക്കെ കടക്കുന്നതിന് മുന്നേ നമുക്ക് എങ്ങനെ കഥാപാത്ര നിരൂപണം എഴുതാം എന്ന് നോക്കാം. കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് എൻ്റെ മക്കൾ ആദ്യം എഴുതേണ്ടത് എന്താണ്, ഏത് പാഠത്തിലേതാണ്, ആരാണ് അത് എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ പറയുക. എന്നിട്ട് ഇന്നതിനെ കുറിച്ചിട്ടാണ്, അയൽപ്പക്ക ബന്ധങ്ങളിലെ വിള്ളലിനെ കുറിച്ചിട്ടാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയ ആശയം കൂടെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ പറയണം ഇതിലെ കേന്ദ്ര കഥാപാത്രം, ഈ കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം പറയണം. ഇതിലെ കേന്ദ്ര കഥാപാത്രം അഥവാ മുഖ്യ കഥാപാത്രമാണ്, മുഖ്യ അല്ലെങ്കിൽ എന്താണ് കേന്ദ്ര കഥാപാത്രമാണ് ഇന്ന വ്യക്തി. അതായത് ഇപ്പോൾ നമ്മുടെ ആരാണ്, ചെമ്പുമത്തായിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ചെമ്പുമത്തായി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ അല്ലെ, നമുക്കിതിപ്പോൾ ഒരു പേജ് ആണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് അല്ലെ ഒരു 4 വരിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ഇതായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ എന്താ പറയുന്നത് ഉത്തര പേപ്പറിൽ ഉണ്ടായിരിക്കേണ്ടത്. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കഥാപാത്രത്തിന്റെ രൂപം, ജോലി, സ്വഭാവം, മറ്റ് കഥാപാത്രങ്ങളോടുള്ള ബന്ധമുണ്ടെങ്കിൽ അത്, ഇപ്പൊ കോരനൊക്കെ ആണെങ്കിൽ എന്താണ്, ചിരിതയുടെ ഭർത്താവാണ് കോരൻ. അതുപോലെ തന്നെ എന്താ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ വേഷം എങ്ങനെയാണ്, കർഷകനാണ്, അങ്ങനെയുള്ള അവരുടെ ജോലി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പിന്നീട് വിശദീകരിക്കുക. അവരുടെ ജോലി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതിന് ശേഷം അവരുടെ വ്യക്തിത്വം, ഈ കഥയെ അവരാണ് എന്താണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ കഥയിൽ ഉടനീളം എന്താണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ഈ കഥാപാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സംഭാഷണം, അവരുടെ ഏതെങ്കിലും സംഭാഷണം, അതുപോലെ തന്നെ എന്താണ് സന്ദർഭങ്ങൾ, അവരുടെ സ്വഭാവം വ്യക്തമാക്കുന്ന സന്ദർഭങ്ങൾ, അങ്ങനത്തെ ഒക്കെ എന്ത് ചെയ്യണം, നമ്മൾ കൊട്ടേഷനിൽ ഇട്ടിട്ട് നമ്മളൊന്ന് എഴുതുക. ഓക്കെ, അപ്പൊ അവരുടെ ഇപ്പൊ ചെമ്പുമത്തായൊക്കെയാണെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ എന്താണ് മക്കളെയൊക്കെ തല്ലിയിട്ടാണ് വളർത്തിയത് അല്ലെ, മക്കളെ തല്ലി വളർത്തണം എന്ന ചിന്താഗതിക്കാരനാണ്. അതുപോലെ തന്നെ എന്താണ് ആളുകളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യണം, പള്ളിയിൽ പോകണം, അങ്ങനെയൊക്കെ പറയുന്ന നമ്മുടെ ചെമ്പുമത്തായി. അത് അങ്ങനത്തെയൊക്കെ സന്ദർഭങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കോട്ടൊക്കെ ചെയ്ത് അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ എടുത്ത് എഴുതിക്കൊണ്ട് വിശദീകരിക്കുക. അവസാനം ഇങ്ങനെയൊക്കെ നമ്മൾ വിശദീകരിച്ച് ബാക്കിയുള്ള കഥയിലുള്ള കഥാപാത്രങ്ങളോട് അവർക്കുള്ള താല്പര്യം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം നമ്മൾ പറയണം അല്ലെ, ഈ ഒരു കഥയിലെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഈ ഒരു കഥാപാത്രം. അതുപോലെ തന്നെ എന്താണ് ഇന്നത്തെ സമൂഹത്തിലുള്ള പണക്കൊതിയന്മാരുടെ ഒക്കെ പ്രതിനിധിയാണ് ചെമ്പുമത്തായി. ഇനിയിപ്പോൾ ചാക്കുണ്ണിയാണെങ്കിൽ എന്താ പറയുക, ജീവിതത്തിൽ ദുരന്തങ്ങൾ അനുഭവിച്ച് എന്താണ് ദുരന്തങ്ങൾക്കിടയിൽ ഇല്ലാതായി പോകുന്ന ജീവിതങ്ങൾക്ക് ഉദാഹരണമാണ് ചാക്കുണ്ണി. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വേണം നിങ്ങൾ അവസാനിപ്പിക്കാൻ. മനസ്സിലായോ? അപ്പൊ ഈ രീതിക്കായിരിക്കണം എൻ്റെ മക്കൾ കഥാപാത്ര നിരൂപണം എഴുതേണ്ടത്. പക്ഷേ 6 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദിച്ചാൽ എന്താണ് അല്ലെ, നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ നമുക്ക് എന്തായാലും 4 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ചോദ്യമായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കഥാപാത്ര നിരൂപണം എടുക്കാം. അപ്പം എങ്ങനെ എഴുതണം എന്ന് മനസ്സിലായല്ലോ. ഈ രീതിക്ക് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് വലുതാക്കി വൃത്തിക്ക് എഴുതി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് 1.5 പുറം നന്നായിട്ട് എഴുതാൻ പറ്റും. ഇത് പറഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് എഴുതി നോക്കണം, ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എഴുതി നോക്കണം. ഓക്കെ, ഇനി നമ്മളോട് ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറയും, പണത്തിനോടുള്ള ആർത്തിയുണ്ട്, മനുഷ്യത്വമില്ലായ്മയുണ്ട്. ആദ്യം ഇപ്പോൾ ചെമ്പുമത്തായിയെ കുറിച്ച് എഴുതുന്ന പാഠഭാഗം അല്ലെ, ഇതിലത്തേതാണ് പണയം എന്ന കഥയാണ്, ആരാണ് എഴുതിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ആ കഥയെക്കുറിച്ച് എന്താണ് പണയം എന്ന കഥയിൽ ചിത്രീകരിക്കുന്നത്, അപ്പോൾ ഇതിലെ എന്താണ് ഒരു എന്താ പറയുന്നത് മുതലാളിയാണ് ചെമ്പുമത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യത്വമില്ലാത്തതാണ്, പണത്തിനോടുള്ള ആർത്തി മാത്രമേ അയാൾക്കുള്ളൂ, അതുകൊണ്ടാണ് കഥ തുടങ്ങുന്ന സമയത്ത് ചെമ്പുമത്തായി എന്താണ് പെട്ടി പൂട്ടിയിട്ടില്ലേ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പ് വരുത്തുന്നത്, അതുകൊണ്ടാണ് മക്കളെ പോലും ലാളിക്കുന്നില്ല അല്ലെ, അവരെയൊക്കെ എന്താണ് അല്ലെ ചുട്ടപ്പെട കൊടുത്തിട്ട് വളർത്തണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. ഞാൻ എൻ്റെ മക്കളെ പോലും എന്താണ് വാത്സല്യം കൊടുത്ത് സ്നേഹത്തോടെയോ ലാളിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ പോലും എന്താണ് മക്കളോടുള്ള ആ ഒരു അല്ലെങ്കിൽ എന്താ പറയുക ബന്ധങ്ങളോടുള്ള ആ വിലയില്ലായ്മ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതണം അല്ലെ. എന്താണ് ഹൃദയത്വമില്ല, വിശ്വാസങ്ങൾ കേവലം പ്രകടനം മാത്രമാണ്, അതുകൊണ്ടാണ് നമ്മുടെ ചാക്കുണ്ണിയോട് പറയുന്നത് അല്ലെ, അമ്പലത്തിൽ പോകണം, ആളുകളെ ബോധ്യപ്പെടുത്താനെങ്കിലും പോകണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൂല്യങ്ങൾക്കും കലയ്ക്കും പ്രാധാന്യമില്ല. ചാക്കുണ്ണി ആ പാട്ട് കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് എന്താണ് പാട്ട് കേൾക്കാൻ തോന്നുന്നില്ല. ചാക്കുണ്ണിയോട് പറയുന്നുണ്ട്, ആ റേഡിയോ ഇവിടെ ഇരിക്കട്ടെ, നിനക്ക് എന്താണ് പണി ചെയ്യാനെങ്കിലും പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു ഇദ്ദേഹത്തിന് കലയോട്
ഒരു തരത്തിലുള്ള താല്പര്യവും ഇല്ല എന്ന് നമുക്ക് കാണിച്ചു തരുന്നു എന്ന് പറയണം. പണമുണ്ടാക്കൽ മാത്രമാണ് ജീവിത ലക്ഷ്യം ആരുടേത്? നമ്മുടെ ചെമ്പുമത്തായിയുടേത്. ഇനി ചാക്കുണ്ണി ആണെങ്കിലോ തുന്നൽക്കാരനാണ്, കലാസ്വാദകനാണ്, പരോപകാരിയാണ്. ആ റേഡിയോ വാങ്ങുന്നത് മുതൽ അദ്ദേഹം ആ റേഡിയോനോട് കാണിക്കുന്ന ആത്മാർത്ഥത, അല്ലെ, തൻ്റെ എല്ലാ സുഖങ്ങളും ഒഴിവാക്കിയിട്ടാണ് അദ്ദേഹം വാങ്ങുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണം. നമുക്ക് നന്നായിട്ട് എഴുതാനുള്ള ഓരോ പോയിന്റ്സും വിട്ട് കളയരുത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചാക്കുണ്ണിയുടെ ആ തൊഴിലിനോടുള്ള ആത്മാർത്ഥത, അതുപോലെ തന്നെ മകനോടുള്ള സ്നേഹം, പിന്നെ അതുപോലെ തന്നെ എന്താണ് റേഡിയോയോടുള്ള സ്നേഹം, ഇതൊക്കെ നിങ്ങൾ പറയണം. ഓക്കെ, പരോപകാരിയാണ്, കുടുംബത്തോടും സഹജീവികളോടും സ്നേഹമുള്ള വ്യക്തിയാണ്, തൊഴിലിൽ ആത്മാർത്ഥത പുലർത്തുന്ന വ്യക്തിയാണ്. ഇങ്ങനെ എന്താണ്, അല്ലെ, എന്താ പറയുക, നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് അത്യധികം അധ്വാനിക്കുന്ന ആളുകളുടെയൊക്കെ പ്രതിനിധിയാണ് നമ്മുടെ ആര്? ചാക്കുണ്ണി എന്ന് പറഞ്ഞ് എൻ്റെ മക്കൾക്ക് എഴുതാം. ഇനി റേഡിയോ ആണെങ്കിലോ മക്കളെ, കഥയിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രമാണ്. മനുഷ്യ കഥാപാത്രത്തിനെ പോലെ തന്നെ തുല്യമായിട്ടുള്ള സ്ഥാനമുണ്ട്. വായനക്കാരിൽ പഴയകാല ഓർമ്മകൾ നൽകുന്നത് ഈ ഒരു റേഡിയോ ആണ്. ചാക്കുണ്ണിയുടെ പുത്രനാണ്. അതുപോലെ തന്നെ ചാക്കുണ്ണിയുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ഈ ഒരു റേഡിയോ ആണ്. ചെമ്പുമത്തായിക്ക് വെറും ഉപകരണം മാത്രമാണ്, അല്ലെ, ചാക്കുണ്ണിക്ക് അത് എന്താണ്, ഒരു അംഗത്തെ പോലെയാണ്, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണെങ്കിൽ ചെമ്പുമത്തായിക്ക് വെറും അതെന്താണ്, പണയവസ്തു മാത്രമാണ് നമ്മുടെ റേഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിക്കൊള്ളണം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മറ്റൊരു കഥാപാത്ര നിരൂപണമാണ് ആര്? നമ്മുടെ മർക്കോസ്, അല്ലെ, മർക്കോസ്. അപ്പൊ പാഠഭാഗം കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വിശദീകരിച്ച് എഴുതി നോക്കുക. ഇവർക്ക് ഓരോരുത്തർക്കും പറ്റിയ സംഭാഷണങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് ഒന്ന് എഴുതി വെച്ചോളണം. സമൃദ്ധിയിൽ നിന്നും ദാരിദ്ര്യത്തിലേക്ക്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ആ അമ്മയോട്, മത്തായിയുടെ അമ്മയോട് വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് മർക്കോസ്. തറവാടിത്തത്തിൽ അഭിമാനമുണ്ട്, അയൽപ്പക്ക സൗഹൃദമില്ല, മത്തായിയെ ശത്രുവായിട്ട് കരുതുന്നെങ്കിലും മത്തായിയുടെ അമ്മയോട് സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. വഴക്കും വൈരാഗ്യവും ഒക്കെ എന്താണ് അടുത്ത തലമുറയിലേക്ക് പടരുന്നത് തടയുന്നില്ല അദ്ദേഹം ഒരിക്കലും എന്താണ് കുട്ടികൾ പരസ്പരം സ്നേഹിച്ചോട്ടെ എന്നൊന്നും പറയുന്നില്ല. അവരെന്ത് ചെയ്യുന്നു, ആ വൈരാഗ്യം എന്താണ് അടുത്ത തലമുറയിലേക്കും എന്താണ് പടരാൻ കാരണക്കാരനാണ് നമ്മുടെ മർക്കോസ്. ഇനി മത്തായിയെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലേ. നന്ദിയും കടപ്പാടും ഇല്ലാത്ത സ്വഭാവമാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് ആ കഥയൊക്കെ പറയട്ടോ. പിന്നെ അതുപോലെ തന്നെ മാതാവിനോട് പോലും കാലുഷ്യമാണ്. മർക്കോസിന്റെ കുടുംബത്തെ എന്താണ് നിരന്തരം ഉപദ്രവിക്കുന്നു, അല്ലെ. അതുകൊണ്ടാണ് മത്തായിയുടെ തലയിൽ അത് ചിക്കുകയും മാന്തുകയും ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളും സംഭാഷണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് വേണം നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. അവരെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്നു. കള്ളക്കേസ് ഉണ്ടാക്കി മർക്കോസിനെ ജയിലിൽ അയക്കാൻ ഗൂഢാലോചന നടത്തുന്നതും ആരാണ്? നമ്മുടെ മത്തായിയാണ്. ഇനി മത്തായിയുടെ അമ്മയാണെങ്കിലോ ഗ്രാമീണതയുടെ പ്രതീകമാണ്. ജീവിതം ഒരു പോരാട്ടമായിട്ടാണ് അവർ കാണുന്നത്. അവരുടെ ആ കഥയൊക്കെ പറയണം. അവർ നാട്ടിലേക്ക് വന്നു കൂടിയത്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആളുകളുടെ അടുത്ത് എന്താണ് ഒരു വീട് വെക്കാനുള്ള സ്ഥലം ചോദിച്ചെങ്കിലും അത് കൊടുക്കുന്നത് മർക്കോസിന്റെ അച്ഛനാണ്. ഇതൊക്കെ പറഞ്ഞ് എഴുതിക്കൊള്ളണം. പട്ടിണിയോട് പൊരുതിയിട്ട് എന്താണ് ജീവിത വിജയം നേടിയ ഒരു സ്ത്രീയാണ്. പിന്നെ അതുപോലെ തന്നെ അഭയം നൽകിയ കുടുംബത്തിനോട് നന്ദിയും കടപ്പാടുമുള്ള സ്ത്രീയാണ് അവര്. മകന്റെ വഴിയിലൂടെ, അല്ലെ, മകനെ മറക്കരുത് എന്ന് പറയുന്നത് ആരാണ്? ഈ ഒരു അമ്മയാണ്. പിന്നെ മകന്റെ വഴിവിട്ട് പെരുമാറ്റത്തിൽ ദുഃഖം അവർക്കുണ്ട്. മകൻ ഒരുക്കിയ ചതിയിൽ നിന്നും മർക്കോസിനെ രക്ഷിക്കുന്നത് നമ്മുടെ മത്തായിയുടെ അമ്മയാണ്. മകന്റെ നന്ദികേടിനെ വിമർശിക്കുകയും ചെയ്യുന്നു, അല്ലെ. ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ വെച്ചുകൊണ്ട് മിസ് ആദ്യം പറഞ്ഞ കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞത് കൂടെ നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അല്ലെ, എന്താണ് ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പാരഗ്രാഫ് തിരിച്ച് ഒരു 2 പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു 3 പാരഗ്രാഫ് ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് എഴുതാൻ പറ്റുന്നുണ്ടോ, ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗത്തൂടെ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ട മറ്റൊരു കഥാപാത്ര നിരൂപണമാണ് നമ്മുടെ കോരൻ്റേത്. അപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് പാഠഭാഗം അറിയാം. എഴുതുന്ന സമയത്ത് നിങ്ങൾ എഴുതണം എന്താണ് നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ എന്താ പറയുക, അല്ലെങ്കിൽ കുട്ടനാടിന്റെ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്ന തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ 17ാം അധ്യായമാണ് പ്ലാവിലക്കഞ്ഞി. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് കോരൻ. ഇതിലെന്താണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതമാണ് ഈ ഒരു കഥയ്ക്ക് ഇതിവൃത്തം. ഇത്തരത്തിൽ എന്താണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളുടെ ഒരു പ്രതിനിധിയാണ് കോരൻ, ചിരിതയുടെ ഭർത്താവാണ് കോരൻ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ചിരിതയുമായിട്ടുള്ള വിവാഹശേഷം കോരൻ എന്താണ് മറ്റൊരു നാട്ടിൽ ഭാര്യയുമായിട്ട് താമസിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ ഭാര്യയെ അത്യധികം സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു കോരൻ. അതുകൊണ്ടാണ് എന്താണ് താൻ കഴിച്ചില്ലെങ്കിലും അവൾക്ക് വേണ്ടിയിട്ട് അത്രയധികം രാത്രി മുഴുവൻ ഊന്നി നടന്നുകൊണ്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് അവൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് വയറ് വേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ അവന്റെ പ്രതിഷേധം, അവൻ എന്താണ് മറ്റുള്ളവർ പ്രതികരിച്ചില്ലെങ്കിൽ പോലും
സ്വന്തം അവകാശത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കഥാപാത്രമാണ് കോരൻ. അതുകൊണ്ടാണ് തമ്പ്ര ഏന് എന്താണ് ചക്രം മതി ഏന് നെല്ലുകൂലി മതി ചക്രം വേണ്ട എന്ന് പറയുന്നത്. അങ്ങനത്തെ സംഭാഷണം കോഡ്സാക്കി എഴുതിക്കൊള്ളണം. പിന്നെ അതുപോലെ തന്നെ കോരന് അച്ഛനോടും എന്താണ് അത്യധിക സ്നേഹം ഉണ്ടായിരുന്നു. താൻ അച്ഛനെ എന്താണ് തകഴിയിൽ തനിച്ചാക്കി പോകുന്നതിൽ കുറ്റബോധമുള്ള ആളാണ്. അതുകൊണ്ടാണ് താൻ ചെയ്തത് അക്ഷന്തവ്യമായിട്ടുള്ള അപരാധമായിട്ട് കോരന് തോന്നുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ എന്താണ് ചിരിതയെ മോളെ എന്ന് വിളിക്കുന്നത് എന്താ പറയുന്നത് കോരന് അത്യധികം സന്തോഷം ഉണ്ടാക്കുന്നു. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ഒരു നേരമെങ്കിലും അരി അതല്ലേ നെല്ലുകൊണ്ടുള്ള കഞ്ഞി വെച്ചു കൊടുക്കണം, ചോറ് വെച്ചു കൊടുക്കണം എന്നതായിരുന്നു കോരൻ്റെ ആഗ്രഹം. ഇങ്ങനെ കോരനിൽ എന്താണ് ഭാര്യയോടും അച്ഛനോടുമുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് കോരൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഓക്കെ, ഒന്ന് എഴുതി നോക്കണം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ? അല്ല, ഒരു പേജ് ഒന്നരപ്പുറം എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കണം. പകലന്തിയോളം പണിയെടുക്കുന്ന ഒരു കഥാപാത്രമാണ്. പിതൃസ്നേഹിയാണ്, കുടുംബസ്നേഹിയാണ്, ജന്മിമാരുടെ ചൂഷണത്തിനെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചവനാണ്, തൊഴിലിനോട് ആത്മാർത്ഥതയുണ്ട്, കൂടെ പണിയെടുക്കുന്നവരോടുള്ള സ്നേഹം, വർഗബോധം, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാം, കോരനിൽ കാണാം. ഇനി ചിരിതയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ എഴുതുക. അല്ലെ, കോരൻ്റെ ഭാര്യയാണ് ചിരിത. അല്ലെ, വിവാഹശേഷം എന്താണ് മറ്റൊരു നാട്ടിൽ അവർക്ക് താമസിക്കേണ്ടി വരുന്നു. കോരൻ രാവന്തിയോളം പണിയെടുക്കുന്ന സമയത്തും പകൽ സമയങ്ങളിൽ എന്താണ് മുറം നെയ്തും അവൾ വീട്ടിലേക്ക് എന്താണ് പണം കൊണ്ടുവരുന്നു. ഇങ്ങനെ നമുക്ക് പറഞ്ഞുകൊണ്ട് എഴുതാം. രണ്ടിടങ്ങഴിയിലെ നായികയാണ്. അധസ്ഥിത വർഗത്തിലെ ഇന്ദുലേഖ എന്നാണ് നമ്മുടെ എന്താണ് ചിരിതയെ വിളിക്കുന്നത്. ആരാ വിളിച്ചത്? പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ് അങ്ങനെ വിളിക്കുന്നത്. എന്താണ്? അധസ്ഥിത വർഗത്തിലെ ഇന്ദുലേഖ. ഉത്തമ കുടുംബിനിയാണ്, കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നാലാവും വിധം അധ്വാനിക്കുന്നവളാണ്. അതുകൊണ്ടാണ് മുറം നെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കോരൻ്റെ അച്ഛൻ എന്താണ് മുറം നെയ്ത് കിട്ടിയിട്ടുള്ള പണം കൊണ്ട് കഞ്ഞി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും വയറ് നിറയ്ക്കാനാണ് ചിരിത എന്താണ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. മറ്റുള്ളവരോടുള്ള സ്നേഹം, അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിലുള്ള ശ്രദ്ധ, ഇതൊക്കെ എന്താണ് നമ്മുടെ ചിരിതയെ ഒരു ഉത്തമ കുടുംബിനിയായിട്ട് മാറ്റുന്നു. കുടുംബത്തിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ എന്താണ് കുടുംബസ്നേഹവും ഭർത്തൃ സ്നേഹവും ഉള്ളവളാണ് നമ്മുടെ ചിരിത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊള്ളണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളി, അദ്ദേഹം എങ്ങനെയാണ്? നിങ്ങൾ കഥയൊക്കെ പറയാം. കഥയൊക്കെ പറഞ്ഞതിന് ശേഷം ഇതിലെ എന്താണ് ജന്മിമാരുടെ പ്രതിനിധിയാണ് പുഷ്പവേലിൽ ഔസേപ്പ്, അല്ലെങ്കിൽ മുതലാളിമാരുടെ പ്രതിനിധിയായിട്ടാണ് ഈ കഥയിൽ ചിത്രീകരിക്കുന്ന കഥാപാത്രമാണ് പുഷ്പവേലിൽ ഔസേപ്പ് എന്ന് പറയാം. പ്രതിനായക കഥാപാത്രമാണ്. ക്രൂരവും മനുഷ്യത്വരഹിതവുമായിട്ടുള്ള ജന്മിത്ത വ്യവസ്ഥിതിയുടെ പ്രതീകമാണ്. അതുകൊണ്ടാണ് കർഷകരെ എന്താണ് പിശാചുകളായിട്ട് കാണുന്നത്. കോരൻ എന്താണ് നെല്ല് കൂലിയായിട്ട് ചോദിക്കുന്ന സമയത്ത് അവിടെ എന്താണ് പോ പിശാചുക്കൾ എന്നാണ് അവരെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിശാചുക്കൾ എന്ന് വിളിക്കുന്നത് നമുക്ക് ശ്രദ്ധേയമാണ്. അയാൾ എന്താണ് ഇത്തരത്തിലുള്ള അടിയാളന്മാർക്ക് കൊടുക്കുന്ന വിലയും അത്തരത്തിലുള്ള മനുഷ്യർക്ക് കൊടുക്കുന്ന എന്താണ് ഈ ഒരു അവഗണനയും ഒക്കെ നമുക്ക് ഇത്തരം വാക്യത്തിലൂടെ കാണാം എന്ന് പറയണം. തൊഴിലാളികളെ പിശാചുക്കളായി കാണുന്നു, അവരുടെ അഭ്യർത്ഥനകൾക്ക് വില കൽപ്പിക്കുന്നില്ല. അതുപോലെ തന്നെ ജന്മിത്ത വ്യവസ്ഥിതിക്കെതിരെ കോരന്റെ മനസ്സിൽ പ്രതിഷേധ ചിന്ത ഉയരാൻ കാരണം പുഷ്പവേലിൽ ഔസേപ്പിന്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇങ്ങനെ കോരൻ പ്രതിഷേധിക്കാൻ കാരണം പോലും എന്താണ് പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളിയുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പ്രതിഷേധിക്കാനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ പുഷ്പവേലിൽ ഔസേപ്പിനെ പോലുള്ള മുതലാളിമാരൊക്കെ എന്താണ് നെല്ലൊക്കെ സാധാരണക്കാർക്ക് കൊടുക്കാതെ വലിയ വള്ളങ്ങളിലാക്കിയിട്ട് എന്താണ് കരിഞ്ചന്തയിൽ വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള അന്നത്തെ കാലത്ത് ക്രൂരമായിട്ടുള്ള മുതലാളിമാരുടെ പെരുമാറ്റത്തിന് ഉത്തമ ഉദാഹരണമാണ് കഥയിലെ നമ്മുടെ പുഷ്പവേലിൽ ഔസേപ്പ് മുതലാളി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതിക്കൊള്ളുക. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, കഥാപാത്ര നിരൂപണങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് എന്താണ് മറ്റൊരു വീഡിയോയിൽ കാണാം. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. അപ്പം ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ബൈ.